ശ്യാമിലി, ഇതിനകത്ത് ഇപ്പോൾ ഈ സംഭവം നടന്നിട്ട് നേരത്തോട് നേരമാവുകയാണ്. ഈ നേരം വരെയും ഇതിനകത്ത് പരാതി കൊടുത്തിട്ടും ഈ പ്രതിയെ പിടികൂടാനായിട്ട് പോലീസിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനകത്ത് ശ്യാമിലി പ്രതികരണം എന്താണ്? നിലവിൽ എഫ്ഐആർ കിട്ടുന്നുണ്ട്, പക്ഷേ ദുർബലമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐആർ. എന്താണ് പ്രതികരണം? പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സി എയും എസ് ഐ ഒക്കെ എന്നെ വിളിച്ചിട്ട് വണ്ടി നമ്പർ കാര്യങ്ങൾ, ഫ്ലാറ്റ് ഉണ്ടോ, അദ്ദേഹത്തിന് എവിടെയൊക്കെ പ്രോപ്പർട്ടി ഉണ്ടെന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പോലീസ് ഊർജിതമായിട്ട് തന്നെയാണ് അന്വേഷിക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു അഭാവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ അന്വേഷണത്തിൽ. എനിക്ക് യാതൊരു പരാതിയില്ല. ഇന്നിപ്പോൾ ഡോക്ടറെ കണ്ടു. ഫ്രാക്ചറൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഡോസ് കൂടിയ മരുന്ന് എനിക്ക് തരാൻ പറ്റില്ല. നല്ല പെയിനുണ്ട്, സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും പോലീസിൻ്റെ അന്വേഷണത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എത്രയും പെട്ടെന്ന് പ്രതിയെ പിടിക്കുമെന്ന് തന്നെയാണ് ഞാൻ ബാർ കൗൺസിലിന് ഇന്നലെ തന്നെ എൻ്റെ പരാതി ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. സൈൻ ചെയ്തിട്ട് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അവരത് എല്ലാവരും ഹൈക്കോടതി നമ്മുടെ ബാർ കൗൺസിലായാലും സുപ്രീം കോർട്ടിൽ നിന്ന് വരെ എനിക്ക് വിളിച്ചിട്ട് എല്ലാ ഭാഗത്തും നല്ല സപ്പോർട്ടാണ്. നമ്മുടെ ബാർ അസോസിയേഷൻ ആയാലും എല്ലാ ഭാഗത്തും നല്ല സപ്പോർട്ട് തന്നെയാണ്. ഇനി ബാർ അസോസിയേഷനിൽ പോകുന്നുണ്ട്. എൻ്റെ റിട്ടേൺ കംപ്ലയിൻറ്റ് ബാർ അസോസിയേഷനിൽ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇപ്പോൾ കേരള സമൂഹത്തിൻ്റെ മുഴുവൻ പിന്തുണ ശ്യാമിലിക്കുണ്ട്. അപ്പോൾ വനിതാ കമ്മീഷൻ അടക്കം ഇതിനകത്ത് ഇടപെടുകയും ചെയ്തു. അപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ഇതിനകത്ത് ഏത് രീതിയിൽ ഇനി മുന്നോട്ട് പോകണം എന്ന ശ്യാമിലിക്ക് ആഗ്രഹമാണ്. അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഇപ്പോൾ നടക്കുന്നതിൽ എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. വളരെ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ആയാലും ഈ വനിതാ കമ്മീഷൻ ആയാലും ഞങ്ങളുടെ അസോസിയേഷൻ ആയാലും എല്ലാവരും നല്ല സപ്പോർട്ടീവായിട്ട് തന്നെയാണ്. എത്രയും പെട്ടെന്ന് നീതി കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോഴും എനിക്ക് ഒത്തിരി കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരോടും നന്ദിയുണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരോടും നന്ദിയുണ്ട്. ആരോഗ്യനില സംബന്ധിച്ച് എന്താണ് ഡോക്ടർമാർ പറഞ്ഞത് ഈ അടിച്ചതിൻ്റെ ഈ നീര് വന്നിട്ടുള്ള ആ പെയിനാണ്, ഫ്രാക്ചർ ഇല്ലയെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ ഈ ജോലൈൻ്റെ ഇവിടെയും ഈ കണ്ണിൻ്റെ ഇവിടെ വിഷന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ പെയിൻ, ഈ നീര് വെച്ചിട്ട് ആ ഒരു പെയിനുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈ ഡോസ് മെഡിസിൻ ഒന്നും പെയിൻ കില്ലറൊന്നും തരാൻ പറ്റില്ല ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സംസാരിക്കാനും ഫുഡ് കഴിക്കാനും ഇനി ഈ മസിൽസ് വലിയുമ്പോൾ ഉള്ള ഒരു പെയിൻ, നല്ല പെയിനുണ്ട്. പിന്നെ ഈ മാർക്സ് ഓഫീസിൽ ഇല്ല കാരണം എനിക്ക് തോന്നുന്നു അവരൊക്കെ ഷോക്കായിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു പ്രതികരണം അടിക്കുമെന്നൊന്നും ആരും വിചാരിച്ചില്ല. ഓഫീസിൽ ആ സമയത്ത് അഡ്വക്കേറ്റ് മിഥുന, പ്രിയ ചേച്ചി, ആനന്ദേട്ടൻ, ഞാൻ, സാറ്, ഞങ്ങൾ ഇത്രയും പേര് ഓഫീസിലുണ്ടായിരുന്നത്. ഞങ്ങൾ ക്യാബിനിൽ നിന്ന് സംസാരിച്ച് പുറത്തിറങ്ങി സാറിനോട് സംസാരിക്കാൻ കൂട്ടാക്കാൻ നിന്നപ്പോൾ ഞാൻ മിഥുനോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് സാറിനെ അടിച്ചത്. അപ്പോൾ അടിക്കുന്ന സമയത്ത് എല്ലാവരും ഉണ്ട്, അവരെല്ലാവരും ഇതിന് സാക്ഷികളാണ്. ഇന്നലെ ഈ മർദ്ദനം സംഭവിച്ച ശേഷം ഈ പ്രതി അപ്പോൾ തന്നെ പോലീസിന് പിടികിടാൻ കഴിയുമായിരുന്നു. ആ സമയത്ത് ബാർ അസോസിയേഷൻ സെക്രട്ടറി ഉൾപ്പെടെ പോലീസിന് തടഞ്ഞു വെച്ചു എന്നുള്ള വിവരം കൂടിയുണ്ട്. എന്താണ് സംഭവിച്ചത്? ഞാൻ ഈ സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചായിരുന്നു. അപ്പോഴേക്കും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞു പോകാൻ പറ്റില്ല, എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, ആൾ വന്നിട്ട് സാറ് പോയാൽ മതി. ഞാൻ അത്രയും സമയം അദ്ദേഹത്തെ അവിടെ ഹോൾഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയൻ വന്നു, ഹസ്ബൻഡ് വന്നു. അപ്പോഴേക്കും ഇവർ റേസായി, ഇവർ ഫയറായി, എന്താ ചെയ്തേക്കുന്നപ്പോൾ അപ്പോഴേക്കും ഒത്തിരി അഡ്വക്കേറ്റ്സ് വന്നു, ബാർ അസോസിയേഷനിൽ നിന്ന് സെക്രട്ടറി ഒക്കെ വന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ആവശ്യം ഇവിടെ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, വക്കീൽ ഓഫീസിൽ നിന്ന് ഒരു വക്കീലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല, അത് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കും. അത് ആ സമയത്ത് ഈ അഭിഭാഷകൻ അവിടെ ഉണ്ടായിരുന്നു, ശ്യാമിലിയെ മർദ്ദിച്ച അഭിഭാഷകൻ അവിടെ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ആ സമയത്ത് പോലീസിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നു, പോലീസ് പുറത്തുണ്ടായിരുന്നു. പക്ഷെ അപ്പം അഭിഭാഷകൻ ഈ പറയുന്ന പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ബാർ അസോസിയേഷൻ സ്വീകരിച്ചത്. ആ സമയത്ത് അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. പോലീസ് കംപ്ലൈന്റ് ചെയ്ത് നമുക്ക് നിയമ നടപടി എടുക്കാം. വക്കീൽ ഓഫീസിൽ നിന്ന് ഒരു ലോയറെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല. അങ്ങനെയൊന്നുമില്ല. കോടതിയിൽ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത്, ഇപ്പോൾ വക്കീൽ ഓഫീസാണ്, അങ്ങനെ ഒരു ഇതില്ല. അവർ പാർട്ടിപരമായിട്ട് സാറ് പൊളിറ്റിക്കലി ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്ന ആളാണ്. ഈ പറഞ്ഞ പ്രസിഡന്റ്, നമ്മുടെ സെക്രട്ടറിയുടെ
കൂടെ ഇലക്ഷൻ ടൈമിലായാലും ആക്റ്റീവായിട്ട് നിന്നിട്ടുണ്ട്. മേ ബി അതിൻ്റെ ഒരു സോഫ്റ്റ് കോർണർ ആയിരിക്കാം. അദ്ദേഹം ഇവിടെ വന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ അഡ്വക്കേറ്റ്സ് ഒക്കെ എന്ത് വന്നാലും അവർക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കും. പിന്നെ ഞാനും ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് അവർക്ക് പിന്നെ അതിൽ കൂടുതൽ ഒരു, പക്ഷെ അതിനകത്ത് കയറി പോലീസ് അറസ്റ്റ് ചെയ്യില്ല എന്നുള്ള നിലപാട് അവർ തീർത്തും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഈ ആരോപണം പറഞ്ഞപ്പോഴും ബാർ അസോസിയേഷൻ പറയുന്നത് അതൊരു ആരോപണമാണ്, അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ബാർ അസോസിയേഷൻ സെക്രട്ടറിയും പ്രസിഡന്റും. ഞാൻ ഒറ്റയ്ക്കല്ല അവിടെ ഉണ്ടായിരുന്നത്. ഒത്തിരി ആൾക്കാർ, എനിക്കറിയത്തില്ല അവിടെ ആരൊക്കെയോ അഡ്വക്കേറ്റ്സ് ആയാലും മറ്റ് ഓഫീസിൽ വന്ന ക്ലയൻസ് ആയാലും എൻ്റെ വീട്ടിൽ നിന്നായാലും ഇവൻ ഒത്തിരി ആൾക്കാരുണ്ട്. ഇത് അറിഞ്ഞു വന്നവരായാലും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് അവർ ഇത്തരത്തിലൊരു നിലപാട് പറഞ്ഞത്. ഇതിനകത്ത് കയറി ഒരു വക്കീലിനെ പോലീസിന് കൊണ്ടുപോകാൻ പറ്റില്ല. വള്ളക്കടവ് സാറാണ് അത് പറഞ്ഞത്. അപ്പോൾ അത് പറ്റത്തില്ല. പിന്നെ അവർ തമ്മിൽ അവരകത്ത് കയറി ക്യാബിനിൽ കയറി അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ പുറത്തിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ആൾക്കാരൊക്കെ ഒത്തിരി ആൾക്കാർ വന്നു. ഈ പ്രതിയെ പിടിച്ച് വക്കീലന്മാർ പോലീസിനെ കൈമാറണമെന്ന് തോന്നിയിരുന്നില്ല ആ സമയത്ത്? ഓഫീസിൽ വന്നതിന് അറസ്റ്റ് ചെയ്ത് അത് തന്നെയായിരുന്നു എൻ്റെ ആവശ്യം. ഓഫീസിൽ വന്ന് കൊണ്ടുപോട്ടെ, തെറ്റ് ചെയ്യാത്തൊരാളല്ലല്ലോ. എന്നെ കാണുന്നവരെല്ലാം, ഞാനൊന്നും പറയണ്ട, ഇത് കാണിച്ചാൽ മതി. Subscribe to One India and never miss an update.